പ്രൈസലോ കർത്താവിന്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവവചന ശ്രദ്ധയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. 1 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം അതിന്റെ 16-17 വാക്യങ്ങൾ. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരം എന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ? ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ദൈവത്തിന്റെ മന്ദിരം വിശുദ്ധമല്ലോ, നിങ്ങളും അങ്ങനെ തന്നെ. പ്രൈസലോ. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് ഈ ഉപദേശം കൊടുക്കുമ്പോഴേ മുൻകാലങ്ങളിൽ അവർ ചെയ്തു പോന്നിരുന്നതും നീചവും നികൃഷ്ടവുമായ ആചാരങ്ങളെ നീക്കിക്കളഞ്ഞ് യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ മന്ദിരം ആരാണെന്നും അവരെ ബോധ്യപ്പെടുത്തി അവരുടെ ശക്തമായി കൊടുക്കുന്ന ഒരു ദൈവിക ദൂതാണ് നമ്മൾ വായിച്ചത്. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരം എന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ? പ്രൈസലോ. എന്നെ കേൾക്കുന്ന സ്നേഹിതരെ, ലോകമെമ്പാടുള്ള ക്രൈസ്തവ വിശ്വാസികളോട് പൊതുജനത്തോടൊക്കെ ഞാൻ പറയട്ടെ, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാണ്. നിങ്ങളാണ് ദൈവത്തിന്റെ ആലയം. പ്രൈസലോ. നിങ്ങൾ ദൈവത്തിന്റെ വാസസ്ഥലമാണ്. ഹല്ലേലൂയ. നിങ്ങൾ ദൈവത്തിന്റെ പ്രാർത്ഥനാ ഭവനമാണ്. പ്രൈസലോ. മാത്രമല്ല, നിങ്ങൾ ദൈവത്തിന് അതിവിശുദ്ധ സ്ഥലമായിരിക്കുന്നു. നിങ്ങളുടെ ഹൃദയം. കർത്താവ് നിങ്ങളെ തന്റെ വിശുദ്ധ മന്ദിരമായി തെരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് വെളിപ്പാട് പുസ്തകം 21:3 വായിച്ച കാണാൻ കഴിയും. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. സിംഹാസനത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരുടെ കൂടെ ദൈവത്തിന്റെ കൂടാരം, ഞാൻ അവരോട് കൂടെ വസിക്കും, അവർ അവന്റെ ജനമായിരിക്കും, ദൈവം താൻ അവരുടെ ദൈവമായി അവരോട് കൂടെ ഇരിക്കും. അതുകൊണ്ട് ദൈവം ജനത്തിൽ വസിക്കുന്നു എന്നുള്ളതാണ് ജനങ്ങളുടെ ഹൃദയം. ദൈവത്തിന്റെ മന്ദിരമായി ദൈവം ജനത്തെ തെരഞ്ഞെടുത്തത്. പ്രൈസലോ. എന്നെ കേൾക്കുന്ന സ്നേഹിതരെ, ഞാൻ പറയട്ടെ, ദൈവത്തിന്റെ മന്ദിരമാണ് ഞാൻ, നിങ്ങൾ എന്ന് നമുക്ക് ബോധ്യമുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും നമ്മൾ ക്രൈസ്തവ ദൈവാലയങ്ങൾക്കകത്ത് വിഗ്രഹങ്ങളെ സ്ഥാപിച്ചു വെക്കത്തില്ല. ഞാൻ ക്രൈസ്തവ വിശ്വാസത്തിൽ വന്നയാളാണ്. ഞാൻ ക്രൈസ്തവ വിശ്വാസത്തിൽ പറയുമ്പോൾ ഞാൻ പോയിക്കൊണ്ടിരുന്ന പള്ളിയിൽ ഒരുപാട് വിഗ്രഹങ്ങളുണ്ട്. ഹല്ലേലൂയ. അപ്പം ക്രൈസ്തവ വിശ്വാസികളിൽ ഒരു 99.25% ജനത്തിനും ആ ക്രൈസ്തവ പള്ളി ചെല്ലുന്നവരാണ് ദൈവത്തിന്റെ മന്ദിരവും തിരിച്ചറിയത്തില്ല. ഹല്ലേലൂയ. തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല, ബോധമില്ല. അവർ ബൈബിൾ കേട്ടുപഠിക്കുന്നു, കണ്ടുപഠിക്കുന്നു, എഴുതി പഠിക്കുന്നു, നോക്കി പഠിക്കുന്നു, മറ്റുള്ളവർ പ്രസംഗിക്കുന്നത് കേട്ട് പഠിക്കുന്നു, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ ദൈവത്തിന്റെ മന്ദിരം എന്താണെന്ന് അറിയത്തില്ല. എല്ലാം ചെയ്യുന്നുണ്ട്, ദൈവത്തിന്റെ മന്ദിരം എന്താണെന്ന് അറിയത്തില്ല. പ്രൈസലോ. കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ ഞാൻ എന്റെ ചെവികൊണ്ട് കേട്ടതാണ്, ഞങ്ങളുടെ കുഞ്ഞ് പരിശുദ്ധാത്മാവിനെ കുറിച്ച് പാടുന്നു. അല്ലേ? പരിശുദ്ധാത്മാവിനെ കുറിച്ച് പാടുന്നത് നല്ലതാണ്, പക്ഷെ പരിശുദ്ധാത്മാവ് ഉള്ളിലുണ്ടോ ഇല്ലയോ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ അത് അവർക്കറിയില്ല. പരിശുദ്ധാത്മാവിനെ കുറിച്ച് പാടും, പക്ഷെ പരിശുദ്ധാത്മാവ് ഉള്ളിലില്ലാത്തോ. അങ്ങനെ എല്ലാവർക്കും പാടാൻ പറ്റൂല്ലോ. ലോകത്തിൽ എന്തുമാത്രം ഗായകരുണ്ട്, അവരെല്ലാം ഓരോന്ന് പാടുന്നില്ലേ? ചലച്ചിത്ര മാധ്യമ മീഡിയ രംഗം നിൽക്കുന്നവരെല്ലാം ക്രൈസ്തവ പാട്ട് പാടും, എല്ലാ രാഷ്ട്രീയക്കാരും പാടും, എല്ലാ മതവിശ്വാസികളും പാടും. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട് പാടുന്നില്ല. അപ്പം യേശുവിനെ കുറിച്ച് പാടും, ദൈവത്തെ കുറിച്ച് പാടും, പരിശുദ്ധാത്മ അങ്ങനെ പാടുന്നവരുണ്ട്. പക്ഷെ ഉള്ളില് ദൈവത്തിന്റെ ആത്മാവ്, ഉള്ളിൽ ദൈവത്തിന്റെ മന്ദിരത്തിന്റെ സ്ഥിതി ഉണ്ടായിരിക്കണം. നമ്മൾ കൂടി വരുന്ന ദേവാലയം, ക്രൈസ്തവന് പറയുന്നത് ദേവാലയം എന്നാണ്, ദേവന്റെ ആലയം. ഞങ്ങൾ പറയുന്നത് ദൈവത്തിന്റെ ആലയം, ദൈവം വസിക്കുന്ന ആലയം. രണ്ടും രണ്ട് വാക്കുകളാണ്. ഹല്ലേലൂയ. വേദപുസ്തകത്തിൽ ദേവാലയം എന്ന് പറയുന്ന ഒരു പദമില്ല, ദേവാലയം എന്ന് പറയുന്ന ഒരു പദമില്ല. ദൈവാലയം, ദൈവത്തിന്റെ ആലയം. പ്രൈസലോ. അപ്പം ദൈവത്തിന്റെ ആലയം എന്ന് പറയുന്നത് കൂടി വരുന്ന ഞാനും നിങ്ങളുമാണ്. നമുക്കെല്ലാവർക്കും കൂടെ കൂടി വന്ന് നമ്മുടെ സങ്കടങ്ങളും നമ്മുടെ കണ്ണുനീരുകളും എല്ലാം പറയുവാൻ, നമുക്ക് ഒന്നിച്ചു കൂടി വന്ന അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുവാൻ, നമുക്ക് വിടുന്ന ഉപദേശങ്ങൾ തന്നമേ നേരായ പാതയിലൂടെ നടത്തുവാൻ, എല്ലാവർക്കും കൂടെ കൂടി ചേർന്നിരിക്കുവാനുള്ളതാണ് 4 ചുവരുകെട്ടുകൾ കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന പള്ളി, സഭ എന്നൊക്കെ പറയുന്നത്. ഞങ്ങളുടെ പെന്തക്കോസ്തിന്റെ സഭയാണെന്ന് പറഞ്ഞാലും കാളായെന്ന് പറഞ്ഞാലും ഞങ്ങളുടെ കാളിനകത്ത് വിഗ്രഹങ്ങളില്ല. ഞങ്ങൾ വിഗ്രഹങ്ങളെ സേവിക്കാറില്ല.
ഞങ്ങൾ കൂടി വരുന്ന സഭാകൂടിനകത്ത് ദൈവം അതിനകത്തല്ല ദൈവം, അവിടെ കൂടി വന്നിരിക്കുന്ന ഞങ്ങളുടെ ഉള്ളിലാണ് ദൈവം. പ്രേക്ഷകോ, അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ക്രൈസ്തവ ദൈവാലയങ്ങളിൽ നിന്ന് മുഴുവൻ വിഗ്രഹങ്ങളെ നീക്കിക്കളയണമെന്നാണ്. പ്രേക്ഷകർ, നിങ്ങൾ എതിർക്കുമായിരിക്കും, എതിർത്താൻ എന്നെ സംബന്ധിച്ച് ഒരു പ്രശ്നവുമില്ല. കാരണം സത്യം വിളിച്ചു പറയണമല്ലോ, സത്യം വിളിച്ചു പറയണ്ടേ. കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായി. ഇത് പൗലോസ് ഞാനും നിങ്ങളും ഒക്കെ ജനിക്കുന്നതിന് മുമ്പ്, നമ്മൾ ഈ ഭൂമിയിലേക്ക് വരുന്നതിന് മുമ്പ്, നമ്മൾ ഈ ഭൂമിയിൽ പ്രകാശം കാണുന്നതിന് മുമ്പ്, അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ കൊരിന്ത്യർ സഭയുടെ അധാർമികമായ അരാജകത്വം നിറഞ്ഞ ആചാരാനുഷ്ഠാനങ്ങളെ കണ്ടുകൊണ്ട് പൗലോസ് അവരോട് പറയുകയാണ്, അല്ലയോ കൊരിന്ത്യരെ, നിങ്ങളാണ് ദൈവത്തിന്റെ മന്ദിരം, നിങ്ങളാണ് ദൈവത്തിന്, നിങ്ങളുടെ ഉള്ളിലാണ് ദൈവാത്മാവ് വസിക്കുന്നത്. അല്ലുരിയ, നിങ്ങളുടെ ഉള്ളിൽ ദൈവാത്മാവ് വസിക്കുന്നത്. ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ അല്ലുരിയ ദൈവം നശിപ്പിക്കും. അല്ലുരിയ, ദൈവത്തിന്റെ മന്ദിരം അല്ലെ വിശുദ്ധമല്ലോ, നിങ്ങളും അങ്ങനെ തന്നെ. അത് നമ്മളാണ് ദൈവത്തിന്റെ മന്ദിരം. അല്ലേലിയ, ഈ മന്ദിരത്തിനകത്ത്, ഈ നമ്മുടെ ഈ ശരീരമാകുന്ന മന്ദിരത്തിനകത്ത് യേശുക്രിസ്തുവിന് വസിപ്പാൻ നമ്മൾ ഇടം കൊടുക്കണം. അല്ലേലിയ, മോശയ്ക്ക് ദൈവം കൽപ്പന കൊടുക്കുമ്പോൾ തന്നെ സമാഗമന കൂടാരം ഉണ്ടാക്കാൻ കൽപ്പന കൊടുക്കുന്നത്, എനിക്ക് ഇസ്രായേലിന്റെ നടുവിൽ വസിക്കണം. അപ്പം പഴയ നിയമ കാലഘട്ടത്തിൽ സമാഗമന കൂടാരം പാളയത്തിന്റെ നടുവിൽ. അല്ലേലിയ, അപ്പം ദൈവം അവരുടെ നടുവിൽ വസിച്ചു. പുതിയ നിയമത്തിലേക്ക് വന്നപ്പം ദൈവം നമ്മുടെ നടുവിൽ, നമ്മുടെ ഹൃദയത്തിന്റെ നടുവിൽ വസിപ്പാൻ ആഗ്രഹിക്കുന്നു. അല്ലിയ, സ്തോത്രം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ദൈവത്തിന്റെ മന്ദിരമാണ് തിരിച്ചറിവുണ്ടാകണം. അല്ലേലിയ. അപ്പം നിങ്ങളോ ക്രിസ്തുവിന് ഉള്ളവർ എന്നുള്ളതാണ്. അല്ലേലിയ. 1 ലേഖനം 3:16 തൊട്ട് 23 വാക്യങ്ങൾ വായിച്ചാൽ കാണാൻ കഴിയും. അപ്പം ദൈവത്തിന്റെ മന്ദിരം, വിശുദ്ധ മന്ദിരമാകുന്ന വിശ്വാസികൾ ദൈവാത്മാവിന്റെ ഇരിപ്പിടമായിരിക്കേണ്ടതാണ്. അല്ലേലിയ. ദൈവത്തിന്റെ വിശുദ്ധ മന്ദിരമായിരിക്കും നമ്മൾ. ദൈവാത്മാവിന്റെ ഇരിപ്പിടമായിരിക്കണം നമ്മുടെ ഹൃദയം. അല്ലേലുയ, സ്തോത്രം. അതിനനുസൃതമായ ജ്ഞാനവും വിശുദ്ധിയും ഐക്യതയും നമ്മുടെ ഉള്ളിൽ വിളങ്ങണം. ദൈവത്തിന്റെ ആത്മാവ് നമ്മൾ വസിക്കുവാൻ വേണ്ടുന്ന വിശുദ്ധി വേണം, ഐക്യത വേണം. അല്ലേലുയ. അതുപോലെ തന്നെ ജ്ഞാനം വേണം. അല്ലേലുയ. ഞാനൊരു പാട്ടിങ്ങനെ വായിച്ചു, ഒരു പുസ്തകം വായിച്ചു. അതിനകത്ത് പാട്ട്, എന്നുള്ള മാകും മഹാദൈവാലയത്തിൽ നിന്നും പൊങ്ങും നിനക്ക് വന്ദനമെന്ന. എന്നുള്ള മാകും മഹാദൈവാലയത്തിൽ നിന്നും പൊങ്ങും നിനക്ക് വന്ദനമെന്ന. അപ്പം എന്നുള്ള മാകും, നമ്മുടെ ഉള്ളമാകും മഹാദൈവത്തിന്റെ ആലയം. ഇതാ ദൈവത്തിന്റെ ആലയം, മഹാദൈവത്തിന്റെ ആലയം. അതാരാണ്? നമ്മളാണ്. അല്ലേലൂയ. അതുകൊണ്ട് എന്റെയും നിങ്ങളുടെ ഹൃദയത്തിന്റെ നടുവിനാണ് യേശു വസിക്കുന്നത്. എന്റെയും നിങ്ങളുടെ ഹൃദയത്തിന്റെ നടുവിൽ വസിച്ചുകൊണ്ട് നമ്മൾ ദൈവത്തിന്റെ മന്ദിരമായി ജീവിക്കുവാൻ വേണ്ടിയാണ് ദൈവം നമ്മെ ഈ ഭൂമിയിലാക്കി വെച്ചിരിക്കുന്നത്. പുതിയ നിയമസഭയ്ക്കുള്ള ഉപദേശമാണ്. അല്ലാതെ ബൈബിൾ നമ്മൾ കാണാതെ പഠിച്ചതുകൊണ്ട്, കാണാതെ എഴുതിയതുകൊണ്ട്, കാണാതെ എഴുതി പകർത്തി വെച്ചതുകൊണ്ട്, ബൈബിൾ നമ്മൾ തന്നെ എഴുതി പ്രസിദ്ധീകരിച്ചതുകൊണ്ട് ഒന്നും നമുക്ക് ദൈവരാജ്യത്തിൽ എത്താൻ കഴിയത്തില്ല. ദൈവരാജ്യത്തിൽ എത്തണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ മന്ദിരമായി, ഇരിപ്പിടമായി നമ്മുടെ ഹൃദയത്തെ ഏൽപ്പിച്ചുകൊണ്ട്, നമ്മുടെ ഹൃദയത്തിന്റെ നടുവിൽ യേശു വസിച്ചുകൊണ്ട് ദൈവത്തിന് വസിക്കണം. ജ്ഞാനവും പരിശുദ്ധിയും വിശുദ്ധിയും ഐക്യതയും നമ്മൾ നിലനിർത്തുന്നെങ്കിൽ മാത്രമേ, പിതാവ് പുത്ര പരിശുദ്ധാത്മാവുടെ കൂട്ടായ്മയും ജീവിക്കുന്നെങ്കിൽ മാത്രമേ നമുക്ക് സമാധാനപരമായ, സ്വസ്ഥതയുള്ള, പ്രത്യാശയുള്ള, കർത്താവിന്റെ വരവിനെ കുറിച്ച് ആകാംക്ഷയുള്ള ഒരു ജീവിതം നയിപ്പാൻ കഴിയുള്ളൂ. രക്തം ചെയ്യണം. എല്ലാവരും ദൈവത്തെ സ്തുതിക്കുന്നവരാണ്. ഓരോ മതങ്ങൾക്ക് ഓരോ ചിന്താഗതിയാണ്. ഞാൻ എല്ലാ മതത്തെ ഇവിടെ പറയില്ല. ക്രൈസ്തവ വിശ്വാസത്തെ കുറിച്ച് പറയുക. മറ്റു മതങ്ങൾ അവരുടെ ആചാരാനുഷ്ഠാനങ്ങൾ അത് പോകട്ടെ, അവരത് ചെയ്യട്ടെ. അവർക്ക് എപ്പോൾ ദൈവം സുബോധം കൊടുക്കുന്നു ആ സമയത്തിലേക്ക് അവർ മാറി ചിന്തിക്കട്ടെ. അല്ലേലിയ. നമ്മൾ ആരും തിരുത്താൻ നിൽക്കണ്ട. ആരും തിരുത്താൻ നമ്മൾ യോഗ്യരുമല്ല. നമ്മൾ അറിഞ്ഞ സത്യത്തിന് വേണ്ടി നിൽക്കണം. നമ്മൾ അറിഞ്ഞ സത്യം അതെന്താണോ അതിനു വേണ്ടി നിൽക്കണം. സത്യവേദപുസ്തകം എന്ത് നമ്മെ പറഞ്ഞ് പഠിപ്പിക്കുന്നു അതനുസരിച്ച് ജീവിക്കുമ്പോഴാണ് ഒരുത്തൻ വിശുദ്ധ ജീവിതം നയിക്കുന്നത്. കർത്താവിനെ അനുഗമിക്കുക എന്ന് പറഞ്ഞാൽ കർത്താവ് കാണിച്ചെന്ന കാൽച്ചൂട് നമ്മൾ പിന്തുടരണം. ആ കാൽച്ചൂട് നമ്മൾ മാതൃകയാക്കണം. ഹല്ലേലൂയ. അപ്പൊ കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ യേശു യെരൂശലേം ദേവാലയത്തിലേക്ക് വന്ന ഒരു വലിയ കാര്യങ്ങൾ, അല്ലെങ്കിൽ സ്തോത്രം, യോഹന്നാന്റെ സുവിശേഷം നമ്മൾ കാണുന്നുണ്ട്. കർത്താവ് ഹല്ലേലൂയ യെരൂശലേമിലേക്ക് വരുമ്പോൾ യെരൂശലേം ദേവാലയത്തിലേക്ക് കണ്ട കാഴ്ച നമുക്കറിയാം. ഹല്ലേലൂയ. അതിനെക്കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നത്. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം അതിന്റെ 13 തൊട്ട് വാക്യങ്ങൾ വായിക്കുമെന്ന് കണ്ട്, യഹൂദന്മാരുടെ പെസഹാ സമീപമാകൊണ്ട് യേശു യെരൂശലേമിലേക്ക് പോയി. ദൈവാലയത്തിൽ, അവിടെ നോക്കണം വാക്കെഴുതിക്കുന്നത് ദേവാലയമല്ല കേട്ടോ, ദൈവാലയത്തിൽ കാള, ആട്, പ്രാവ് എന്നിവയെ വിൽക്കുന്നവരെയും അവിടെ ഇരിക്കുന്ന പൊൻപാണിവക്കാരെയും കണ്ട്
കയറുകൊണ്ട് ഒരു ചമ്മട്ടി ഉണ്ടാക്കി ആടുമാടുകളോടും കൂടെ എല്ലാവരെയും ദൈവാലയത്തിൽ നിന്ന് പുറത്താക്കി പൊൻപാണിവക്കാരുടെ നാണ്യം തൂകിക്കളഞ്ഞു. തൂകിക്കളഞ്ഞ് മേശകളെ മറിച്ചിട്ട് പ്രാവുകളെ വിൽക്കുന്നവരോട് ഇത് ഇവിടെ നിന്ന് കൊണ്ടുപോകുകയും എന്റെ പിതാവിന്റെ ആലയത്തെ വാണിഭശാലയാക്കരുത് എന്ന് പറഞ്ഞു. അപ്പോൾ ശിഷ്യന്മാര് പറയാണ്, നിന്റെ ആലയത്തെ കുറിച്ചുള്ള എരിവ് എന്നെ തിന്നുകളയുന്നു എന്ന് എഴുതിയിരിക്കുന്ന 69 സംഗതി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ നേരത്തെ എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പം പഴയ നിയമ കാലഘട്ടത്തിൽ വന്ന ആചാര അനുഷ്ഠാനങ്ങളൊക്കെ പിന്നെയും വെച്ച് യേശുക്രിസ്തു യെരുശലേം ദേവാലയത്തിലേക്ക് വരുമ്പോൾ ആ യെരുശലേം ദേവാലയത്തിൽ എല്ലാവിധ വാണിഭങ്ങളും കച്ചവടങ്ങളും നടക്കുകയാണ്. ആക്ഷരികമായി ദൈവാലയത്തിനകത്ത് ഇത്രമാത്രം വാണിഭങ്ങൾ നടക്കുമ്പോൾ അതിനെ കണ്ടിട്ട് യേശു കയറുകൊണ്ട് ചമ്മട്ടി ഉണ്ടാക്കി ആടുമാടുകളെ വിൽക്കുന്നവരെയും പ്രാവുകളെ നിൽക്കുന്നവരെയും മേശകളും പീഠങ്ങളെല്ലാം മറിച്ചവരെ അവിടുന്ന് പുറത്താക്കിയെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രശ്നിക്കുന്ന പുതിയ നിയമ സഭയിലേക്കും ദൈവത്തിന്റെ മന്ദിരം ഞാനും നിങ്ങളുമല്ലേ. നമ്മുടെ ഉള്ളിൽ ഇങ്ങനെയുള്ള വ്യാപാരം പാടില്ല. നമ്മുടെ ഹൃദയം എന്ന് പറയുന്നത് ദൈവത്തിന് വസിക്കണം. നമ്മളെ തന്നെ ദൈവത്തിന് കൊടുക്കണം. നമ്മൾ ദൈവത്തിന്റെ വിശുദ്ധ മന്ദിരമായിരിക്കണം. ആശ്ചര്യമായി ദൈവാലയത്തെ കുറിച്ച് കർത്താവിന് ഇത്രമാത്രം ഒരു ദേഷ്യം ഉണ്ടായെങ്കിൽ അല്ലേ നമ്മൾ ചെയ്തു കൂട്ടുന്ന ഓരോ പ്രവൃത്തിയെക്കുറിച്ച് ദൈവത്തിന് എന്തുമാത്രം കോപം നമ്മൾ ഉണ്ടായിരിക്കുമല്ലേ. സ്തോത്രം. അപ്പൊ ഇവിടെ അന്ന് കർത്താവിന്റെ മന്ദിരം അശുദ്ധമാക്കപ്പെട്ടു, വ്യാപാര സ്ഥലമാക്കി മാറ്റിയപ്പോൾ യേശു ക്രിസ്തുവിനെ സഹിക്കാൻ കഴിഞ്ഞില്ല. കയറുകൊണ്ട് ചമ്മട്ടി ഉണ്ടാക്കി ആലയത്തെ ശുദ്ധീകരിക്കുന്നതിൽ തീഷ്ണത കാണിച്ചു. പൊൻപാണിവക്കാരെ തുരത്തി ഓടിച്ചു. പ്രാവ് വിൽക്കുന്നവരെ മുന്നറിയിപ്പ് നൽകി. എന്റെ പിതാവിന്റെ ആലയം പ്രാർത്ഥന ഭവനമല്ലോ, ഇതിനെ കള്ളന്മാരുടെ ഗുഹയാക്കിയോ എന്ന് പറഞ്ഞ് യേശു വിഷമിച്ചു. ഇന്നത്തെ നോക്കിയ ക്രൈസ്തവ ദേവാലയങ്ങൾക്കകത്ത് പലതും കള്ളന്മാരുടെ ഗുഹയാണ്, അല്ലേ, വാണിഭശാലയാണ്. ഇവയ്ക്ക് എല്ലായിടവും നോക്കിയ ഭയങ്കര ബിസിനസ്സുകളാണ്, അല്ലേ. വേർപെട്ട ദൈവമക്കൾ കൂടി വരുന്നിടത്ത് പോലും ലേലവും ആമയും അലരിയ അതുകൊണ്ടെല്ലാം കച്ചവടങ്ങളും. ഇപ്പൊ നോക്കിയാൽ ഞങ്ങളുടെ കൺവെൻഷനൊക്കെ നടക്കുന്ന ചുറ്റും ഭയങ്കര സ്റ്റാളുകളാണ്. ഇപ്പൊ സ്റ്റാളുകളെല്ലാം നേരത്തെ പുറത്ത് അനുവദിച്ചിരുന്നത്. കൺവെൻഷൻ നടക്കുന്നിടത്ത് സ്റ്റാളുകളും വിൽപ്പനയൊക്കെ നേരത്തെ പുറത്തായിരുന്നു. ഇപ്പൊ അകത്തേക്ക് കയറ്റിയിട്ടുണ്ട്, അകത്തേക്ക് കയറ്റി കൊടുത്തിട്ടുണ്ട്, അല്ലേ. അകത്തേക്ക് കയറ്റി കൊടുത്തത് എന്താ, അല്ലയ്യ, പുസ്തകം വിൽപ്പന എന്ന് പറഞ്ഞാ കൊടുത്തത്. ഇപ്പം പുസ്തകം വിൽപ്പന മാറിയിട്ട് അകത്ത് ഷാള് വിൽപ്പന, തുണി വിൽപ്പനയൊക്കെ തുടങ്ങി. ഇനി കുറച്ച് കഴിയുമ്പം ബാക്കി പെരുന്നാൾ സ്ഥലം പോലെ തന്നെ ആയി മാറും, അല്ലേ. വേർപെട്ട കൂട്ടങ്ങളും ദൈവത്തിന്റെ ആലയമായി കൂടി വരുന്നിടത്ത്, അല്ലേ, വിശുദ്ധിയെ കാത്തുപാലിക്കാൻ കഴിയാതെ അവർ അശുദ്ധിക്ക് ഇടം കൊടുക്കുന്നു. ദൈവസാന്നിധ്യ സഭയിൽ നഷ്ടപ്പെട്ടു പോയി. പ്രൈസലോ. ദൈവസാന്നിധ്യം നമ്മുടെ സഭയിൽ നഷ്ടപ്പെട്ടു പോകരുത്. ദൈവസാന്നിധ്യം നിറഞ്ഞു നിൽക്കാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ വസിക്കുവാൻ വേണ്ടി നമ്മുടെ ഹൃദയത്തെ നമ്മൾ വിട്ടുകൊടുത്ത് നമ്മുടെ ഹൃദയത്തിനകത്ത് ദൈവികമായ ജ്ഞാനവും ഐക്യതയും വിശുദ്ധിയും നമ്മൾ കാത്തു സൂക്ഷിക്കുമ്പോഴാണ് നമുക്ക് യഥാർത്ഥത്തിൽ ദൈവത്തെ സ്തുതിക്കാൻ കഴിയുന്നത്, അല്ലേലൂയ. നമ്മുടെ പള്ളികളിൽ വെച്ചുകൊണ്ട് പൂജിക്കുന്ന ആചാരാനുഷ്ഠാനങ്ങളെ എല്ലാം ഒന്ന് മാറ്റണം, പാരമ്പര്യത്തെ ഒന്ന് മാറ്റണം, ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സ്നേഹിത, ഹല്ലേലൂയ, യേശു ക്രിസ്തു പറയാൻ നിങ്ങൾ എന്റെ ആലയത്തെ കള്ളന്മാരുടെ ഗുഹയാക്കി എന്ന് പറഞ്ഞ് വിഷമിച്ചു. ഇന്ന് യേശു ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കുവാൻ ആഗ്രഹിക്കുന്നു. യേശു നിങ്ങളുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കാൻ ആഗ്രഹിക്കുന്നു. വടിയും ചമ്പട്ടിയും കൊണ്ട് വരണോ, അഥവാ തന്റെ അളവില്ലാത്ത സ്നേഹത്താൽ നിങ്ങളെ കഴുകി ശുദ്ധീകരിക്കണമോ? ഇന്ന് കർത്താവ് നിങ്ങളോട് ചോദിക്കുകയാണ്, പുതിയ നിയമസഭയുടെ ഞാൻ വടിയും ചമ്മട്ടിയുമായിട്ട് ഇനി ഞാൻ എനിക്ക് വന്ന് കയറുകൊണ്ട് ചമ്മട്ടി ഉണ്ടാക്കി നിങ്ങളെല്ലാം ആട്ടി പുറത്താക്കണമെന്ന് കർത്താവ് ചോദിക്കുക. അതോ ഞാൻ നിങ്ങളെ ശുദ്ധീകരിക്കുവാൻ നിങ്ങൾക്ക് വേണ്ടി ചൊരിയപ്പെട്ട ക്രൂശിലെ രക്തം കൊണ്ട് നിങ്ങളെ കഴുകി വെടിപ്പാക്കി വൃത്തിയാക്കി എന്റെ സ്നേഹത്താൽ നിങ്ങളെ നിറച്ചാൽ പോരെ എന്ന് കർത്താവ് ചോദിക്കുമ്പോൾ നിങ്ങൾ ഏത് തെരഞ്ഞെടുക്കും? നിങ്ങൾ യഹൂദന്മാരുടെ ഉത്സവം, യഹൂദ പെരുന്നാൾ അന്ന് ആലയത്തിൽ നടന്ന അനുഭവത്തിൽ നിൽക്കുമോ, അതോ നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തെ കർത്താവിന് കൊടുക്കുമോ? പിന്നെ നമുക്കിവിടെ വേണ്ടി നമ്മുടെ ഹൃദയത്തിൽ യേശു വസിക്കണം, അല്ലേ. അത് ഇവിടുത്തെ ക്രൈസ്തവന്റെ ഹൃദയത്തിൽ മാത്രമല്ല, ദൈവം സൃഷ്ടിച്ച സകല ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ കൂടുതൽ തൊട്ട് കൊട്ടാരത് വരെ പാർക്കുന്ന എല്ലാവരുടെ ഹൃദയത്തിൽ ദൈവം വസിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മുടെ കർത്താവിന് ഈ ഭൂമിയിലെ ജാതി പേരുകളൊന്നും കർത്താവിനില്ല. കർത്താവിന്റെ ഒരു ജാതിയും അല്ലെങ്കിൽ സ്വതം ഉണ്ടാക്കിയിട്ടുമില്ല.
കർത്താവ് ഒരേ ഒരു രണ്ട് ജാതി, അത് ഒന്ന് ആണും പെണ്ണുമായിട്ട് ആദമിനെ സൃഷ്ടിച്ച ആണും പെണ്ണുമായി ആദമിന് ഘടകത്തെ എഴുതി അവന്റെ വാരിയിൽ നിന്നെടുത്ത് ഒരു സ്ത്രീ ഉണ്ടാക്കി അവൻ തക്ക തുണായി കൊടുത്തു. ആണൊരു ജാതി, പെണ്ണൊരു ജാതി. ഇതുകൊണ്ട് കർത്താവിന് ബാക്കി മതങ്ങളും ഈ ജാതികളും ഒക്കെ ഉണ്ടാക്കിയത് മനുഷ്യനാകട്ടോ. മനുഷ്യൻ ജാതികൾ തിരിച്ചു, മതങ്ങൾ തിരിച്ചു, മതത്തിന് പേരിട്ട് മതം എളിയ അതിനകത്ത് ഓരോന്നുണ്ടാക്കി അങ്ങനെയാണ് ഭൂമി മതങ്ങൾ പെരുകിയത്, ജാതി വ്യവസ്ഥ പെരുകിയത്. അതിന് ദൈവത്തിന്റെ ഒരു ബന്ധമില്ല. നമ്മളെല്ലാം ദൈവത്തിന്റെ മക്കളാണ്. അത് ഏത് വിശ്വാസം നിൽക്കുന്നവനായിരുന്നാലും നമ്മളെല്ലാം ദൈവത്തിന്റെ മന്ദിരമാകട്ടോ. അപ്പം ദൈവത്തിന്റെ മന്ദിരമാകും നമ്മുടെ ശരീരത്തെ ശുദ്ധീകരിക്കണമെന്നാണ് പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്നത്. ഹല്ലേലൂയ. ഇവിടെ പഴയ നിയമ കാലഘട്ടത്തിൽ സമാഗമന കൂടാരത്തിലുള്ള അതിവിശുദ്ധ സ്ഥലത്തേക്ക് മഹാപുരോഹിതൻ പോകുന്നതിന് മുമ്പ് വളരെ ഭയഭക്തിയോടെ തന്നെ ശുദ്ധീകരിച്ചുകൊണ്ട് വേണം അകത്തേക്ക് പോകാൻ. സമാഗമന കൂടാരം പണിതെങ്കിലും അല്ലെങ്കിൽ വിശുദ്ധ സ്ഥലത്ത് മാത്രം വരെ പുരോഹിതന് ചെല്ലാൻ കഴിയുള്ളൂ. അതിപരിശുദ്ധ സ്ഥലത്തേക്ക് ആണ്ടിലൊരിക്കൽ മാത്രമാ മഹാപുരോഹിതന് ചെല്ലാൻ കഴിയുന്നത്. ആണ്ടിലൊരിക്കൽ മാത്രം മഹാപുരോഹിതന് അതിപരിശുദ്ധ സ്ഥലത്ത് ചെല്ലുമ്പോൾ ആ പുരോഹിതൻ തന്നെ കഴുകി വെടിപ്പാക്കി ശുദ്ധീകരിച്ച് തനിക്ക് വേണ്ടുന്ന ആ കാലഘട്ടത്തിലെ യാഗങ്ങളെല്ലാം ചെയ്ത് തന്റെ പാപത്തിന്റെ കറകളെ മുഴുവൻ നീക്കിക്കളഞ്ഞെങ്കിൽ മാത്രമേ അതിപരിശുദ്ധ സ്ഥലത്ത് ചെല്ലുവാൻ കഴിയുമായിരുന്നുള്ളൂ. ഇന്നത്തെ പോലെ എല്ലാവർക്കും അതിപരിശുദ്ധ സ്ഥലത്ത് പുരോഹിതന് മാത്രം ചെല്ലാൻ കഴിയുമായിരുന്നു. അങ്ങനെ വിശുദ്ധിയോടുകൂടി ചെന്നില്ലെങ്കിൽ മഹാപുരോഹിതൻ പോലും മരണത്തിന് വിധേയപ്പെടുമായിരുന്നു. എന്നാൽ ഈ കാലഘട്ടം വന്നപ്പോൾ നോക്കി, അതിപരിശുദ്ധ സ്ഥലത്തേക്ക് പുരോഹിതന്മാർക്ക് മാത്രമല്ല നമുക്കെല്ലാം ആ അതിപരിശുദ്ധ സ്ഥലമായിരിക്കുന്ന കൃപാസനത്തിലേക്ക് അടുത്തില്ലുവാൻ ദൈവം നമുക്ക് കൃപ തന്നുവെങ്കിൽ ഹല്ലേലൂയ, നമ്മൾ എത്രമാത്രം നമ്മെ വെടിപ്പാക്കണം. നിങ്ങൾ എബ്രായരിൽ 4:16 വായിച്ച കൃപാസനം അതിന്റെ ധൈര്യത്തോടെ അവരുടെ കൃപാസനം അടുത്ത് വരാനാണ് പറയുന്നത്. അപ്പൊ അതിപരിശുദ്ധ സ്ഥലത്തിൽ ഹല്ലേലൂയ ആമീൻ പുരോഹിതൻ ഭയഭക്തിയോട് തന്നെ ശുദ്ധീകരിച്ചുകൊണ്ട് അകത്തേക്ക് പോകുന്നു. അജാഗ്രതയോടെ അഭക്തിയോടെ അശുദ്ധിയോടെ അകത്തേക്ക് കടക്കുന്നുവെങ്കിൽ അവിടെ അവനും മരണം സംഭവിക്കുകയായിരുന്നു. അജാഗ്രതയോടെ അഭക്തിയോടെ അശുദ്ധിയോടെ അതിപരിശുദ്ധ സ്ഥലത്തേക്ക് ഒരു പുരോഹിതൻ പ്രവേശിച്ചാൽ അവൻ അതിപരിശുദ്ധ സ്ഥലം വിട്ടു പോരും മുമ്പേ അവന് മരണം സംഭവിക്കുമായിരുന്നു. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയസ്നേഹിതരെ, അതിവിശുദ്ധ സ്ഥലത്തെ ദൈവത്തിന്റെ ഷെക്കേന തേജസ് ഇറങ്ങി വരണമെങ്കിൽ അത് വിശുദ്ധമായിരിക്കണം. ഹല്ലേലൂയ. അപ്പൊ അതിപരിശുദ്ധ സ്ഥലത്ത് ദൈവത്തിന്റെ തേജസ് ഇറങ്ങി വരുന്നു, ദൈവത്തിന്റെ ഷെക്കേന ഇറങ്ങി വരുന്നു. സമാഗമന കൂടാരത്തിൽ അത് കണ്ടെങ്കിൽ ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാപിതാവി, ദൈവത്തിന്റെ അതിപരിശുദ്ധമായ സ്ഥലം നമ്മുടെ ഹൃദയമാണ്. നമ്മുടെ ഹൃദയമാകുന്ന അതിപരിശുദ്ധ സ്ഥലത്ത് ദൈവത്തിന്റെ ഷെക്കേന, ദൈവത്തിന്റെ തേജസ് ഇറങ്ങി വരണമെങ്കിൽ നമ്മൾ അജാഗ്രതയോടെ അഭക്തിയോടെ അശുദ്ധിയോടെ അല്ല ദൈവത്തെ സ്തുതിക്കേണ്ടത്. ആമീൻ. പുരോഹിതൻ തന്നെ ശുദ്ധീകരിച്ചുകൊണ്ട് ആണ്ടിലൊരിക്കലും അതിപരിശുദ്ധ സ്ഥലത്തേക്ക് ഭയഭക്തിയോടെ ചെന്നതുപോലെ നമ്മൾ ദൈവത്തിന് ഭയഭക്തിയോടെ ദൈവത്തെ സ്തുതിക്കണം. ഹല്ലേലൂയ. രക്തജയം. നാം ദൈവത്തിന് വില കൊടുക്കണം കേട്ടോ, വില കൊടുക്കണം. നമ്മുടെ ഈ ചെറിയൊരു പരിപാടി കൊണ്ടൊന്നും ദൈവത്തെ മഹത്വപ്പെടുത്താൻ പറ്റത്തില്ല കേട്ടോ. എത്രമാത്രം വിശുദ്ധമായിരിക്കണം. ഈ ലോകം എന്ന് പറയുന്ന പാപത്തിൽ നിറയപ്പെട്ട് കിടക്കുന്ന പാപത്തിന്റെ വശീകരണത്തിൽ, പാപത്തിന്റെ മലിനതയിൽ സകല ജനങ്ങളും പാപ ശരീരത്തിൽ ജഡത്തിൽ വസിക്കുന്നവരാണ്. മനുഷ്യന്റെ ഹൃദയം മുഴുവൻ നികളവും അഹങ്കാരവും ധനത്തിന്റെ ചിന്തകളാൽ നിറയപ്പെട്ട് മനുഷ്യൻ സ്വസ്നേഹികളായി മാറി, സ്വാർത്ഥതയുള്ളവരായി മാറി. മനുഷ്യന്റെ ഉള്ളിൽ ദൈവമായി നഷ്ടപ്പെട്ടു. സ്വന്തം മാതാവിനെ പിതാവിനെ തിരിച്ചറിയാത്ത കാലം, സ്വന്തം സഹോദരങ്ങളെ തിരിച്ചറിയാത്ത കാലം, അമ്മപെങ്ങന്മാരെ പോലും മനസ്സിലാക്കാൻ കഴിയാത്ത തിരിച്ചറിയാത്ത കാലഘട്ടങ്ങൾ വന്നു കഴിഞ്ഞു. നമ്മൾ കണ്ടില്ലേ, അമ്മപെങ്ങന്മാരെ പോലും തിരിച്ചറിയാത്ത കാലഘട്ടത്തെക്കുറിച്ച് കഴിഞ്ഞ കാലങ്ങൾ നമ്മൾ മീഡിയയിലൊക്കെ വായിച്ചില്ലേ. അത്രമാത്രം കലിയിലുള്ളിൽ നിൽക്കുന്ന ഒരു അനുഭവത്തിലേക്ക് സാത്താൻ മനുഷ്യന്റെ മനസ്സുകളെ വേർതിരിച്ചു കൊണ്ടുപോയി. മനുഷ്യൻ ഈ ലോകത്തിൽ ജഡത്തിന് വേണ്ടുന്ന സുഖങ്ങൾ കൊടുത്തുകൊണ്ട് ജഡത്തെ രസിപ്പിക്കുന്ന വീഞ്ഞിനടിമയായി, ലഹരിക്കടിമയായി, ഏത് ക്രൂരതയും ചെയ്യുവാൻ, ഏത് ക്രൂരമായി പ്രവർത്തിച്ച് മടിയില്ലാത്തവനായി മാറി. അക്രമം ആലയത്തിനകത്ത് എന്നാൽ അവിടെ അടിപിടി കലാശമാണ് നടക്കുന്നത്. ആലയത്തിനകത്ത് വെല്ലുവിളികളുടെ അസഭ്യ വാക്കുകൾ എന്ന് പറഞ്ഞ് ഇന്ന് വേണ്ട അങ്ങനെയുള്ള സകലവും ആശ്ചര്യമായ ആലയങ്ങൾക്കകത്ത് നടക്കുമ്പോൾ ദൈവം നമ്മെ തന്റെ അതിപരിശുദ്ധ സ്ഥലമായി, ദൈവത്തിന്റെ മന്ദിരമായി നമ്മളെ വേർതിരിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ സ്തോത്രം. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ദാസിദാസനെ നീ വിശുദ്ധമായി ജീവിക്കണം കേട്ടോ. ഹല്ലേലൂയ. ദൈവം നമുക്ക് തരുന്ന ഉപദേശങ്ങളാണ്.
നമ്മൾക്ക് ഈ ഉയർച്ച വരാത്തത്, നന്മ വരാത്തത്, നമ്മൾ അനുഗ്രഹം പ്രാപിക്കാത്തത്, നമ്മുടെ ശാപങ്ങൾ മാറാത്ത, രോഗങ്ങൾ മാറാത്ത, നമ്മൾ ബന്ധനത്തിനകത്ത് അകപ്പെടുന്നത് നമ്മുടെ അശുദ്ധി മുഖാന്തരമാണ്. നമ്മൾ ദൈവത്തെ ജാഗ്രതയോടെയല്ല അന്വേഷിക്കുന്നത്, അജാഗ്രതയോടെയാ. നമ്മൾ ദൈവത്തെ ശുദ്ധിയോടെയല്ല അശുദ്ധിയോടെയാ. നമ്മൾ ദൈവത്തെ ഭക്തിയോടെയല്ല അഭക്തിയോടെയാണ്. ഇതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിന്റെ പരാജയം. പിശാചു പറഞ്ഞു, നീ ജാഗ്രതയോടെയൊന്നും അവനെ അന്വേഷിക്കരുത്, അജാഗ്രതയോടെ. നിനക്ക് അത്ര ജാഗ്രത ഒന്നും വേണ്ടത്, എന്നെ അന്വേഷിച്ചാൽ മതി. ഈ കാണുന്ന ലോകം മുഴുവൻ എന്റേതാ, ഞാൻ നിനക്ക് തരാം, നീ എന്നെ വീട് നമസ്കരിച്ചാൽ മതി. യേശുവിനോട് പറഞ്ഞ പോലെ പിശാച് നമ്മോട് പറയുമ്പോൾ പലരും അത് കേട്ട് വിധേയപ്പെടുന്നു. മനുഷ്യന്റെ ചിന്ത മുഴുവൻ പണമുണ്ടാക്കണം. നിങ്ങൾ ലോകത്തെയും ലോകത്തിനുള്ളിൽ സ്നേഹിക്കരുതെന്നാ യോഹന്നാന്റെ ലേഖനം 2:15 വായിച്ചു. നിങ്ങൾ ലോകത്തിനുള്ളിൽ സ്നേഹിക്കരുത്. നമ്മൾ നമ്മുടെ ശരീരത്തെ സ്നേഹിക്കണം. നമ്മൾ നമ്മുടെ ശരീരമാകുന്ന മന്ദിരത്തെ സ്നേഹിക്കണം. നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തെ സ്നേഹിക്കാൻ കഴിയുന്നെങ്കിൽ നിങ്ങളുടെ ശരീരം പാപത്തിന് വിട്ടുകൊടുക്കത്തില്ല. നിങ്ങളുടെ ശരീരം വിശുദ്ധമായി സൂക്ഷിക്കും. ഇന്ന് പലരുടെയും ശരീരം മദ്യം കൊണ്ട് അത് കഴുകി വെച്ചിരിക്കുക. മദ്യപിച്ചെന്ന് തലവഴി വരെ ഒഴിക്കുന്ന കാലഘട്ടം. സകല അശുദ്ധമായ ധൂർത്തനും സകല ദുർനടപ്പിനും സകല ജഡികതയ്ക്കും വേണ്ടി തങ്ങളുടെ ശരീരത്തെ തന്നെ മലിനമാക്കുന്ന ഈ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്ന ദൂതാണ്, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാണ്. ഹല്ലേലൂയ. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? അത് സ്നേഹിത, വിശുദ്ധിക്ക് സ്ഥാനം കൊടുക്കണം. വിശുദ്ധിക്ക് ദൈവത്തിന്റെ ശെക്കേന ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ വിശുദ്ധിക്ക് സ്ഥാനം കൊടുക്കണം. ഹല്ലേലൂയ. അപ്പം ദൈവത്തിന്റെ ശലോമോൻ രാജാവ് ആലയം പണിതപ്പോൾ ദൈവത്തിന്റെ ശെക്കേന ഇറങ്ങി വന്നു എന്നാണ് നമ്മൾ ഈ 2 ദിനവൃത്താന്ത പുസ്തകം വായിക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളായി നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നതാണ്. 2 ദിനവൃത്താന്ത പുസ്തകം 7-ാം അധ്യായം അതിന്റെ 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ 1-2-3 വാക്യങ്ങൾ വായിക്കുന്നുണ്ട്. ശലോമോൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ആകാശത്തും തീയിറങ്ങി ഹോമയാകും കനലയാകും ദഹിപ്പിച്ചു. യഹോവയുടെ തേജസ്സും ആലയത്തിൽ നിറഞ്ഞു. യഹോവയുടെ തേജസ് യഹോവയുടെ ആലയത്തിൽ നിറഞ്ഞിരിക്കൊണ്ട് പുരോഹിതന്മാർക്ക് യഹോവയുടെ ആലയത്തിൽ കടപ്പാൻ കഴിഞ്ഞില്ല. ദാവീദിന്റെ മകനായിരിക്കുന്ന ശലോമോൻ ദൈവത്തിന്റെ ആലയം പണിത് ദൈവത്തിന് ഹോമയാഗങ്ങൾ കന്യാഗം കഴിപ്പിച്ച സമയത്ത് എന്താണ് സംഭവിച്ചത്? ദൈവത്തിന്റെ ശെക്കേന അന്ന് ആലയത്തിലേക്ക് ഇറങ്ങി വന്നു. ദൈവത്തിന്റെ ശെക്കേന, ദൈവത്തിന്റെ തേജസ് ആലയത്തിൽ മേഘം കൊണ്ട് പുക കൊണ്ട് നിറഞ്ഞപ്പോൾ എന്ത് ചെയ്തു? പുരോഹിതന്മാർക്ക് പോലും അങ്ങോട്ട് കടന്നിരുവാൻ കഴിയുമായിരുന്നില്ല. ഹല്ലേലൂയ. സ്തോത്രം. ഞാനൊരു ഉദാഹരണം പറയും, ശരിയാണെങ്കിൽ ഇല്ലെങ്കിൽ നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾ തെറ്റായിട്ട് ചിന്തിക്കരുത്. നമ്മൾ ഈ കോടമഞ്ഞ് മൂടിക്കിടക്കുന്ന സ്ഥലത്തൂടെ പോയിട്ടുണ്ട്. ഞാൻ ഈ കോടമഞ്ഞ് മൂടിക്കിടക്കുന്ന ഈ വയനാടിന്റെ പ്രദേശം, അട്ടപ്പാട് പ്രദേശം, അതുപോലെ ഈ ഇടുക്കി മേഖലയ്ക്ക് പോയിട്ടുണ്ട്. സ്തോത്രം. രാത്രി കാലങ്ങൾ വണ്ടി ഓടിക്കും, മഞ്ഞ് മുഖാന്തരം അങ്ങോട്ട് മുമ്പോട്ട് പോകത്തില്ല. വണ്ടിക്ക് അന്നത്തെ കാലഘട്ടത്തിൽ ഈ മഞ്ഞ ലൈറ്റ് വെച്ചിട്ട് വലിയ നീളത്തിൽ ഈ കോടമഞ്ഞിനെ കീറി മുറിച്ചില്ല. എന്നിട്ട് പോലും ഈ കോടമഞ്ഞിനെ കീറി മുറിച്ച് ചെല്ലുവാൻ കഴിയാത്ത, റോഡ് തിരിച്ചറിയാൻ കഴിയാതെ ഈ മഞ്ഞുകൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന അനുഭവം കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു ചിന്ത നിങ്ങൾ മനസ്സിൽ വെച്ചിട്ട് ഈ ശലോമോൻ ദൈവത്തിന് ഹോമയാകും കന്യാകും കഴിച്ചപ്പോൾ ദൈവത്തിന് ശെക്കേന ആലയത്തിൽ ഇറങ്ങി വന്നപ്പോൾ ആലയത്തിലേക്ക് മഹാപുരോഹിതന്മാർക്ക് കടക്കാൻ കഴിഞ്ഞില്ലെന്ന്. അല്ലെങ്കിൽ കോടമഞ്ഞ് കൊണ്ട് നിറയപ്പെട്ട അനുഭവം നിന്റെ ജീവിതത്തിൽ നീ കണ്ടിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ എത്രയോ ഭയങ്കരമാണ് ദൈവ തേജസ്. കോടമഞ്ഞിനേക്കാൾ എത്രയോ വിശാലമാണ്, കോടമഞ്ഞിനേക്കാൾ എത്രയോ ശ്രേഷ്ഠമാണ് ദൈവത്തിന്റെ തേജസ് ശെക്കേന. ആ ദൈവത്തിന്റെ തേജസ് ശെക്കേന ആലയത്തിലേക്ക് ഇറങ്ങി വന്നപ്പോൾ ഹല്ലേലൂയ, പുരോഹിതന്മാർക്ക് പോലും കടപ്പാൻ കഴിഞ്ഞില്ല. അത് എന്നെ കേൾക്കുന്ന പ്രസംഗിത, ഈ ദൈവ തേജസ്സാണ് നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ ശരീരമാകുന്ന മന്ദിരത്തിൽ ഇറങ്ങി വരേണ്ടത്. ഹല്ലേലൂയ. ഈ ദൈവ തേജസ് നമ്മുടെ ശരീരമാകുന്ന മന്ദിരത്തിൽ ഇറങ്ങി വന്നാൽ ഹല്ലേലൂയ നമ്മൾ തന്നെ വെടിപ്പായി മാറും. ഹല്ലേലൂയ. ദൈവത്തിന്റെ ശെക്കേന, ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കാത്തത് കൊണ്ട്, നാം ദൈവത്തിന്റെ മന്ദിരമല്ലാത്തത് കൊണ്ടുമാണ് മനുഷ്യന്റെ ജീവിതത്തിൽ ശാപം മാറാതെ കിടക്കുന്നത്. ഇന്ന് പോലെ എന്നെ കേൾക്കുന്ന മാതാപിത, നിന്റെ ശാപം നീങ്ങാത്തത്, നിന്റെ ശാപം മാറാത്തത്, നിന്റെ ബന്ധനം അഴിയാത്തത്, നിന്റെ കടക്കനി മാറാത്തത്, രോഗം മാറാത്തത്, നിന്റെ കെട്ടുകൾ പൊട്ടാത്തത്, നിന്റെ കുടുംബം അതമ്പതിക്കും, നീ അതമ്പതിക്കും, നിന്റെ ജീവിതം തകരുന്നു, നീ തകരുന്നു, നിന്റെ മനസ്സിക
എന്തിനാ തെറ്റുന്നത്? നിന്റെ കുടുംബത്തിൽ ചിന്ന ഭിന്നമായ അനുഭവം ഉണ്ടോ? നീ ചിന്തയുടെ ചിത്രം വരുത്തുന്നത്. നിന്നിൽ കലാപമുണ്ടാക്കുന്ന, നിന്റെ സഭയിൽ കലാപമുണ്ടാക്കുന്നതെല്ലാം എന്തുകൊണ്ടാണ്? നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമല്ലാത്തത് കൊണ്ടാണ്. ദൈവത്തിന്റെ മന്ദിരമായിരിക്കുന്ന നിങ്ങളുടെ ഉള്ളിൽ ദൈവത്തിന്റെ ശെക്കേന, ദൈവ തേജസ് ഉണ്ടായിരുന്നുവെങ്കിൽ, പഴയ നിയമത്തിൽ ശെക്കേന തേജസ്, പുതിയ നിയമത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരുന്നെങ്കിൽ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിന്നിൽ ഉണ്ടെങ്കിൽ, ആത്മാവിന്റെ തീയായിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ അഗ്നിയാലാണ് നീ നിന്റെ ശരീരമാകുന്ന മന്ദിരത്തെ നിറച്ചിരിക്കുന്നതെങ്കിൽ ഒരശുദ്ധിക്ക് നിന്റെ ഉള്ളിലേക്ക് പ്രവേശിപ്പാൻ കഴിയില്ല. പ്രൈസ് ദി ലോർഡ്. ഒരശുദ്ധിക്ക് നമുക്ക് ഇതെല്ലാം മാറാതെ കിടക്കുന്നത്, നമ്മളിന്നും കെട്ടിലും ബന്ധം കിടക്കുന്നത് നമ്മുടെ ഉള്ളു, നമ്മുടെ ശരീരത്തെ ദൈവത്തിന്റെ മന്ദിരമായി സമർപ്പിച്ചിട്ടില്ല. ഞാൻ പറയാൻ കാരണം, ഞാൻ അനുദിനം ഒരുപാട് പ്രാർത്ഥിക്കുന്നു, ഒരുപാട് പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എനിക്ക് വലിയ സന്തോഷം. അതൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇഷ്ടമുള്ള പ്രാർത്ഥനയാ ഹല്ലേലൂയ. രണ്ടാമത് ഞാൻ പ്രസംഗിക്കുന്നത്, പ്രാർത്ഥിച്ചെങ്കിൽ മാത്രമേ പ്രസംഗിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് ആദ്യം പ്രാധാന്യം, രണ്ടാമത് പ്രസംഗത്തിനാ കേട്ടോ. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ ഈ പ്രസംഗിക്കുന്നതൊക്കെ ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു നോക്കും, പ്രാർത്ഥിക്കും. കർത്താവേ, ഞാൻ എന്നെ അങ്ങനെ മന്ദിരമായിട്ട് ഞാൻ ഏൽപ്പിക്കുന്ന ദൈവിക തേജസ് ശെക്കേന പരിശുദ്ധാത്മാവിന്റെ അഗ്നി എന്റെ ഉള്ളിൽ വസിച്ചുകൊണ്ട് ദൈവ തേജസ് നിറയപ്പെട്ട് ദൈവത്തിന് വചനം ശുശ്രൂഷിപ്പാൻ ഈ ഭൂമിയിൽ അവിടെ എനിക്ക് തന്നിരിക്കുന്ന ജീവിതം, ദൈവ തേജസ് നിറയപ്പെട്ട് കാലം കഴിക്കുവാൻ അങ്ങ് എത്ര ആയുസ്സേരുന്നു അതുവരെയും അങ്ങേക്ക് വേണ്ടി നിൽക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. നിങ്ങൾ അങ്ങനെ പ്രാർത്ഥിക്കണം കേട്ടോ. നിന്റെ കുടുംബത്തിനകത്ത് പിശാച് അടുക്കത്തില്ല. ഹല്ലേലൂയ. നിന്റെ കുടുംബത്തെ സാത്താൻ തകർക്കുന്നത് എന്തുകൊണ്ടാണ്? നിന്റെ കുടുംബത്തിലെ വലിയ വെല്ലുവിളികൾ, നിന്റെ പരാജയം എന്താണ്? ഇന്ന് പകരം എന്റെ കേൾക്കുന്ന സ്നേഹിത, ക്രൈസ്തവൻ എന്നുള്ള പേര് മാത്രം പോരാ. ക്രൈസ്തവനെന്ന്, ക്രിസ്ത്യാനി എന്നുള്ള പേര് പ്രാപിച്ചുകൊണ്ട്, പേര് സമ്പാദിച്ചത് കൊണ്ടോ ക്രിസ്ത്യാനിയാകുന്നില്ല. ഒരു ക്രിസ്ത്യാനി എന്ന് പറയുമ്പോൾ അവൻ ദൈവത്തിന്റെ മന്ദിരമായിരിക്കണം, അവൻ ദൈവത്തിന്റെ ആലയമായിരിക്കണം, അവന്റെ ഹൃദയം അതിപരിശുദ്ധ സ്ഥലമായിരിക്കണം. നിങ്ങൾ ദൈവത്തിന്റെ ഭവനമായിരിക്കണം, ദൈവത്തിന്റെ പ്രാർത്ഥനാലയമായിരിക്കും, ദൈവത്തിന്റെ വാസസ്ഥലമായിരിക്കണം. അല്ലെങ്കിൽ സമാഗമന കൂടാരത്തിൽ, ആശ്ചര്യമായ സമാഗമന കൂടാരത്തിലേക്കോ ശരവും ആലയത്തിലേക്കോ അല്ല ഇപ്പം ദൈവത്തിന്റെ ശെക്കേന അയക്കുന്നത്. ദൈവം തിരഞ്ഞെടുത്ത് അവന്റെ രക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങിയ നമ്മുടെ ഹൃദയത്തിലേക്കാണ്, നമ്മുടെ ശരീരമാകുന്ന മന്ദിരത്തിലേക്കാണ് ദൈവത്തിന്റെ തേജസ് ഇറക്കാൻ ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ ദൈവസന്നിധി വിശുദ്ധീകരിക്കണം. ഹല്ലേലൂയ. ശുദ്ധീകരിക്കപ്പെട്ടാൽ നമ്മുടെ ജീവിതം മുഴുവൻ അനുഗ്രഹിക്കപ്പെടും. അശുദ്ധമായി ജീവിക്കുന്ന ഒരിടത്തും ദൈവാത്മാവിന് വസിക്കാൻ പറ്റത്തില്ല. ദൈവാത്മാവ് വിശുദ്ധമായ സ്ഥലത്ത് മാത്രമേ വസിക്കത്തുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സ്നേഹിത, ശലോമോൻ ഹല്ലേലൂയ, രാജാവ് കർത്താവിന് വേണ്ടി ഒരു മഹത്തായ ആലയം പണിതു. അതിന്റെ പ്രതിഷ്ഠാ സമയത്ത് ദൈവത്തിന്റെ ശെക്കേന തേജസ് ആലയത്തിലേക്ക് ഇറങ്ങുവാൻ തുടങ്ങി. പുരോഹിതന്മാർക്ക് പോലും അവിടെ ശുശ്രൂഷ ചെയ്യാൻ കഴിഞ്ഞില്ല, ചെയ്യുവാൻ സാധിക്കാത്ത അളവിൽ ദൈവത്തിന്റെ വിശുദ്ധ മഹത്വത്തിൽ നിറഞ്ഞു. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ പ്രാർത്ഥനയെ നിങ്ങൾ ശക്തീകരിക്കുന്ന, നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങൾ നിറയപ്പെടുമ്പോൾ ദൈവ സാന്നിധ്യം നിങ്ങളിലേക്ക് ഇറങ്ങി വരും. ആലയത്തിൽ ഇറങ്ങിവിടെ നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ, ആരാധിക്കാൻ തുടങ്ങുമ്പോൾ, വിശുദ്ധമായി നിങ്ങളെ ക്രമീകരിക്കാൻ തുടങ്ങുമ്പോൾ, നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ ദൈവത്തിന് വിട്ടുകൊടുക്കുമ്പോൾ കർത്താവിന്റെ വിശുദ്ധ സാന്നിധ്യം തേജസ്സായി മാറും. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, കർത്താവ് നിങ്ങളെ തന്റെ മന്ദിരമായി തെരഞ്ഞെടുത്തുകൊണ്ട് ദൈവ തേജസ് നിങ്ങളുടെ ഉള്ളിൽ വസിപ്പാൻ ആഗ്രഹിക്കുന്നു, ദൈവ തേജസ് നിങ്ങളുടെ ഉള്ളിൽ പകരാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങൾ ഈ സെഫന്യാവിന്റെ പുസ്തകം വായിച്ചിട്ടുണ്ടല്ലോ അല്ലേ? സെഫന്യാവിന്റെ പുസ്തകം 3-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം വായിക്കും. ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, നിന്റെ ദൈവമായ യഹോവ രക്ഷിക്കുന്ന വീരനായി നിന്റെ മധ്യേ ഇരിക്കുന്നു. അല്ലെങ്കിൽ അവൻ നിന്നിൽ അത്യന്തം സന്തോഷിക്കും, തന്റെ സ്നേഹത്തിൽ അവൻ വിടാതിരിക്കുന്നു, ഘോഷത്തോടെ അവൻ നിങ്ങൾ ആനന്ദിക്കും. ഹല്ലേലൂയ. ഇവിടെ സെഫന്യാവ് എന്താ പറയുന്നത്? നിന്റെ ദൈവം യഹോവ രക്ഷിക്കുന്ന വീരനായി നിന്റെ മധ്യേ ഇരിക്കുന്നു എന്നാണ്, നമ്മുടെ ഹൃദയത്തിന്റെ മധ്യേ ഇരിക്കുന്നു എന്നാണ്. അല്ലാതെ 4 ചുമരുകെട്ടുകൾക്കൊക്കെ ചുമരുകൾക്കുള്ള ഉണ്ടാക്കിയ പള്ളിയിൽ ഇരിക്കുന്നതല്ല. ഞങ്ങളുടെ സഭാകൂടി ദൈവം ഇരിക്കുന്നല്ല ദൈവം പറഞ്ഞത്. ഞങ്ങളോട് ദൈവം ഒരിക്കലും പറഞ്ഞില്ല, മോനെ, എടാ സഹോദര സഹോദരി, നീ പണിതുണ്ടാക്കി വെച്ചിരിക്കുന്ന 4 ചുമരുകളുടെ ഈ സഭാകൂടിനകത്ത് ഞാനില്ല. ഞാൻ നിന്റെ ഉള്ളിലിരിക്കുന്നത്. നീയാണ് എന്റെ മന്ദിരം. നീയാകുന്ന മന്ദിരത്തിനകത്ത് എന്റെ ശെക്കേന, എന്റെ തേജസ്, എന്റെ ആത്മാവിനെ നീ വഹിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒന്നിച്ചു കൂടി വന്ന് നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ പങ്കുവെക്കും, കഷ്ടത പറയുക, സങ്കടം പറയുക, നിങ്ങളുടെ ആപരാധികൾ, പരാതികൾ, പരിഭവങ്ങൾ പറഞ്ഞ് നിങ്ങൾക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കുവാൻ ഇടമാണ് സഭാഹോള്, അല്ലെങ്കിൽ ദൈവാലയം കേട്ടോ.
ദേവാലയം വേറെ. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് സ്വാമി സെഫന്യാ പറയുവാണ്, നിന്റെ ദൈവമായി യഹോവ രക്ഷിക്കുന്ന വീരനായി നിന്റെ മധ്യയിരിക്കുന്നു. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാണ്, ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നു. അതെ, അവൻ രക്ഷിക്കുന്ന വീരനായി ദൈവം നിന്റെ ഹൃദയത്തിന്റെ മധ്യയെ ഇരിക്കാൻ ഇടം കൊടുത്താൽ നിന്നെ ഏത് കഷ്ടതയിൽ നിന്നും അവൻ രക്ഷിക്കും. നിന്നെ ഏത് കഷ്ടതയിൽ നിന്നും അത് കർത്താവ് രക്ഷിക്കും. പക്ഷെ നമ്മുടെ ദൈവം രക്ഷിക്കുന്ന വീരനായി നമ്മുടെ മധ്യ ഇരിക്കണം. ഹല്ലേലൂയ. രക്ഷിക്കുന്ന വീരനായി നമ്മുടെ കർത്താവ് നമ്മുടെ മധ്യ ഇരുന്നാൽ നീ കടന്നു പോകുന്ന ദുരന്ത മേഖലകൾ, ഹല്ലേലൂയ, അതിനകത്ത് നീ പെട്ടുപോകാതെ, ദുരന്തങ്ങൾക്കകത്ത് നീ വീണു പോകാതെ നിന്നെ രക്ഷിക്കുന്ന വീരനായി നിന്റെ ദൈവമായ കർത്താവ് നിന്നെ താങ്ങി നിർത്തും. ഹല്ലേലൂയ. അതുകൊണ്ട് സെഫന്യാവെന്ന് പറയുന്ന വ്യക്തിയെ ഈ ദൈവത്തിന് വചനം രേഖപ്പെടുത്തി നമുക്ക് തരുമ്പോൾ, എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതർ, ദൈവത്തിന്റെ ദാനമായി നിങ്ങൾ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്ന് 1 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ആമേൻ, ദൈവത്തിന്റെ ദാനമായി നിങ്ങൾ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും. ദൈവത്തിന്റെ ദാനമായി, ഹല്ലേലൂയ, സ്തോത്രം, ദൈവത്തിന്റെ ദാനമായി നിങ്ങൾ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരം, ഹല്ലേലൂയ, എന്നും. ആമേൻ. നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുക. നമ്മളെ വിലയ്ക്ക് വാങ്ങി ലോകത്തിൽ നിന്ന്, സാത്താന്റെ കയ്യിൽ നിന്ന്, പിശാചിന്റെ കയ്യിൽ നിന്ന്, പാപത്തിൽ നിന്ന്, അടിമത്തത്തിൽ നിന്ന്, പൈശാചിക ശക്തിയുടെ കയ്യിൽ നിന്ന് നമ്മിൽ കർത്താവ് ക്രൂശിൽ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങി. നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കാൻ നിങ്ങൾ താങ്ങൾക്കുള്ളവരല്ല, നമ്മൾ നമുക്കുള്ളവരല്ലെന്ന്. ഞാനും നിങ്ങളും പറയോ, ഞാൻ എന്റെ ശരീരത്തെ കുറിച്ചോ അവന്റെ മഹത്വത്തെ കുറിച്ചോ പറയുന്നത് കേട്ടാൽ എന്താലേ? കർത്താവ്, നിങ്ങൾ താങ്ങൾക്കുള്ളവരല്ല. ഹല്ലേലൂയ. ആമി, താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ല. ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ടും ദൈവത്തെ മഹത്വപ്പെടുത്തണം. നിന്റെ ശരീരം കൊണ്ടും ദൈവത്തെ മഹത്വപ്പെടും. ദൈവത്തിന്റെ ആത്മാവുള്ള നിന്റെ ശരീരം ഈ ലോകത്തിലെ കച്ചറകൾക്ക്, അല്ലെങ്കിൽ ഇവിടുത്തെ ലഹരികൾക്ക്, ഇവിടുത്തെ അല്ലെങ്കിൽ മദ്യത്തിന് നീ വിട്ടുകൊടുക്കുക. അധാർമികതയ്ക്കും, അശുദ്ധിക്കും, വ്യഭിചാരത്തിനും, പരസംഗത്തിനും, വിഗ്രാരാധനയ്ക്കും, മോഷണത്തിനും, നുണയ്ക്കും, കള്ളപ്പരിശും, പൊള്ളയ്ക്കും, രാഷ്ട്രീയത്തിനും, ഇവിടുത്തെ കുലപാതകത്തിനും, അസന്മാർഗമായ ജീവിതത്തിനും നിന്റെ ശരീരം വിട്ടുകൊടുക്കരുത്. ഹല്ലേലൂയ. ഗലാത്യ ലേഖനം 5-ാം അധ്യായം 18 തൊട്ട് 19, 18, 19, 20 വാക്യങ്ങൾ വായിച്ചാൽ കാണാൻ കഴിയും. ജഡത്തിന്റെ പ്രവർത്തികൾ ദുർനടപ്പ് തുടങ്ങിയ ഒരു 15 പരിപാടിയുടെ പറയുന്നത് നീക്കിക്കളഞ്ഞിട്ട് ഗലാത്യ ലേഖനം 5-ാം അധ്യായം 22-ാം വാക്യത്തിൽ ആത്മാവിന്റെ ഫലം, അതുകൊണ്ട് ജഡത്തിന്റെ പ്രവർത്തികളെ നീക്കിക്കളഞ്ഞ് ആത്മാവിന്റെ ഫലമായി സ്നേഹം, സന്തോഷം, സമാധാനം, ദയ, പരോപകാരം, ദയ, വിശ്വാസം, ഇതിരി തുടങ്ങിയ 9 കാര്യങ്ങൾ പറഞ്ഞ് ഗലാത്യ ലേഖനം 5:24 വരുമ്പോൾ കാണുന്നുണ്ട്, ക്രിസ്തുയേശുവിനുള്ള ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു. അത് ക്രിസ്തുയേശുവിനുള്ള ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോട് ക്രൂശിച്ചിരിക്കുന്നെങ്കിൽ നമ്മൾ നിശ്ചയമായിട്ടും ദൈവത്തിന്റെ മന്ദിരമാണ്. നമ്മുടെ ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവുണ്ട്. ദൈവത്തിന്റെ ആത്മാവും കൂടെ വസിക്കും. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ കുറിച്ച് പാടുവാനല്ല ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിച്ചുകൊണ്ട് അവന്റെ മന്ദിരമായി ജീവിക്കുവാനാണ്. അല്ലെങ്കിൽ ക്രൈസ്തവർ പറഞ്ഞ് പരിശുദ്ധാത്മാവിനെ കുറിച്ച് പാടാൻ അറിയാവുന്ന പറയുന്നത്, പക്ഷെ അവരുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഇല്ല. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്നവർ സ്നേഹിക്കുന്ന നാം ദൈവത്തിന്റെ മന്ദിരമാണ്. അതുകൊണ്ട് സ്വതം നിങ്ങളുടെ ശരീരത്തെ, ഹല്ലേലൂയ, നിങ്ങളുടെ ശരീരത്തിന് വേണ്ടി രക്തം വിലയായി നൽകിയത് കർത്താവാണ്. നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത്. നിങ്ങളുടെ ശരീരത്തെ ദൈവത്തിന്റെ ആലയമാക്കി അതിൽ വസിക്കുവാനായി ദൈവം ആഗ്രഹിക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിനെ തേജസ് പകർന്ന് നിങ്ങൾ രൂപാന്തരം പ്രാപിക്കണമെന്ന്, നിങ്ങൾ നിത്യമായ ജീവന്റെ ഉടമയായി നിത്യരാജ്യത്തിലേക്ക് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുമെന്ന് കർത്താവ് ആഗ്രഹിക്കുകയാണ്. ദാനിയേൽ ഒരിക്കൽ പറഞ്ഞു, ഹല്ലേലൂയ, ദാനിയേൽ ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു. ദാനിയേലിന്റെ പുസ്തകം 7-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യത്തിൽ ദാനിയേൽ ഇങ്ങനെ പറഞ്ഞു. എന്താണ് പറഞ്ഞിരിക്കുന്നത്? എന്നോട് വായിക്കുക. സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം, ഹല്ലേലൂയ, 7-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ അത്യുന്നതനായവന്റെ വിശുദ്ധന്മാർ രാജ്യത്വം പ്രാപിച്ച് എന്നേക്കും സദാകാലത്തേക്കും രാജ്യത്വം അനുഭവിക്കും. ആരാണ്? അത്യുന്നതനായവന്റെ വിശുദ്ധന്മാർ രാജ്യത്വം പ്രാപിച്ച് എന്നേക്കും സദാകാലത്തേക്ക് രാജ്യത്വം അനുഭവിക്കുമെന്ന്. അതേപോലെ അത്യുന്നതനായവന്റെ വിശുദ്ധന്മാർ നിങ്ങൾ രാജ്യത്വം പ്രാപിച്ച് എന്നേക്കും രാജ്യത്വം നിങ്ങൾ പ്രാപിച്ച് സ്വർഗീയ കൊട്ടാരത്തിൽ, സ്വർഗീയ പരദീസയിൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ നിങ്ങളുടെ നിത്യത ചെലവഴിക്കണമെങ്കിൽ ഭൂമി വെച്ച് തന്നെ നിങ്ങളുടെ ശരീരത്തെ ദൈവത്തിന്റെ മന്ദിരമായി സമർപ്പിച്ചുകൊണ്ട് പഴയ നിയമ സമാഗമന കൂടാരത്തിലും ശരവും ആലയത്തിൽ ഇറങ്ങി വന്ന ദൈവിക ഷെക്കേന ഇന്ന് നിന്റെ ശരീരമാകുന്ന മന്ദിരത്തിൽ ഇറങ്ങി
മടങ്ങി വരണം. എന്റെ ശരീരത്തെ ശുദ്ധീകരിക്കുന്നതിന്റെ എല്ലാ കഷ്ടതകളും മാറും. കണ്ണുകളുടെ ചാട്ട് പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനാണ് ലോകമുള്ള സകല ക്രൈസ്തവ ജനത്തെ സകല ജനത്തെ ഏൽപ്പിക്കുന്നു. പാപത്തിന്റെ വശീകരണ സ്വഭാവം വിട്ട് കർത്താവ് ശരീരത്തെ ദൈവത്തിന്റെ മന്ദിരമായി സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിന്റെ തേജസ്സാകുന്ന പരിശുദ്ധാത്മാവിന്റെ അഗ്നിയാൽ നിറയപ്പെട്ട് അഭിഷേകത്താൽ നിറയപ്പെട്ട് ദൈവം വസിക്കാൻ വേണ്ടി ഹൃദയം കൊടുത്ത് ദൈവത്തിന്റെ മന്ദിരമായി സകല ജനത്തെ ഒരുക്കണമേ പ്രാർത്ഥിക്കുന്നു. ജാതി മതവർഗ വർണ്ണ വ്യത്യാസമില്ല, കുടിലുട്ട് കൊട്ടാരത്തി വരെ പാർക്കുന്ന സകല ഭരണ സംവിധാനങ്ങൾ ഇരിക്കുന്നില്ലേ, രാജ്യരാഷ്ട്ര തലവന്മാർ ലോകം പോലെ 800 കോടിയിലധികം ജനത്തിന്റെ വിടുതലിനായി പ്രാർത്ഥിക്കുകയാണ്. പാപശാപ രോഗബന്ധങ്ങൾ മാറി മനുഷ്യൻ സ്വയമായി കർത്താവ് ശരീരത്തെ ശുദ്ധീകരിച്ചുകൊണ്ട് ദൈവത്തെങ്കിലേക്ക് മടങ്ങി വരുവാൻ അതിപരിശുദ്ധമായ സ്ഥലമായി തന്റെ ഹൃദയത്തെ ശരീരത്തെ കാത്തു സൂക്ഷിപ്പാൻ ജനത്തെ ഒരുക്കണമേ. സകല മുഖത്ത് ഒരുക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.